ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് കുറേ ക്ലീനിങ്ങും വാഷിങ്ങും കുക്കിങ്ങും ഒക്കെ ഉള്ള ഒരു ദിവസമാണ്. അപ്പോൾ ആ ദിവസത്തിലെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പെരുന്നാളൊക്കെ ഇനിയിപ്പോൾ അധികം ദിവസമില്ല. അപ്പോൾ അതിന് മുൻപായിട്ട് തന്നെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കാർപ്പറ്റും ചവിട്ടിയും ഒക്കെ എടുത്ത് വാഷ് ചെയ്ത് അതിന് ശേഷം അപ്പോൾ രാവിലെ തന്നെ ചെയ്ത് കഴിയുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഉണങ്ങി കിട്ടുകയും ചെയ്യും. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ അതൊക്കെ ചെയ്തതിന് ശേഷം കുളിയും ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ കിച്ചണിലേക്ക് കയറുന്നത്. ഇനി പെട്ടെന്ന് തന്നെ നാസ്തയും ലഞ്ചും എല്ലാം റെഡി ആക്കിയതിന് ശേഷം വീടൊക്കെ നന്നായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ നീറ്റാക്കി വെച്ചതിന് ശേഷമാണ് അപ്പോൾ ഒരു മനസ്സിനൊരു സമാധാനമായി. കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അധികം ജോലികളൊന്നുമില്ലല്ലോ, പിന്നെ വേഗം ചെയ്ത് തീർക്കാനുള്ള ജോലികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ രാവിലെ തന്നെ മുട്ടക്കറിയും ഇടിയപ്പവും ഒക്കെ റെഡിയാക്കി അതൊക്കെ കഴിഞ്ഞ് നാസ്തൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഇനിയിപ്പോൾ ലഞ്ച് റെഡിയാക്കണം. അപ്പോൾ ഇപ്പോൾ എന്തായാലും എഴുന്നേറ്റപ്പോൾ തന്നെ കാർപ്പറ്റ് കഴുകാൻ വേണ്ടി നിന്ന്. ചായ കുടി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം തന്നെ നാസ്തോടൊപ്പം തന്നെ ചായ കുടിക്കുക. ഇന്ന് കുറേ ജോലികളൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഇടയ്ക്കൊരു ചായ കുടിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു നാസ്ത അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇപ്പോൾ അതുപോലെ തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറയുന്ന തരത്തിലാണ് ഇപ്പം ഇന്ന് ഞാൻ ബീഫ് കറി വെക്കുന്നത്. അപ്പോൾ മസാല ഒക്കെ ആവശ്യത്തിനുള്ളത് വഴറ്റി കൊടുത്തതിന് ശേഷം ആ റോസ് സ്മെല്ലൊക്കെ മാറിയതിന് ശേഷം അതിലേക്ക് ബീഫ് ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് ഗരം മസാലയും ചേർത്ത് പാകത്തിനുള്ള ഉപ്പും ഇട്ട് കുക്കാവാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് ഇങ്ങനെ തന്നെ ഒന്ന് അടച്ചു വെച്ച് വെയിറ്റ് ഇട്ട് കൊടുത്ത് ഒരു 5 വിസിലടിക്കുന്നത് വരേക്കും ഒന്ന് ബീഫ് ഒന്ന് കുക്ക് ചെയ്തെടുക്കും. ഇതിന് ശേഷമാണ് മസാല ഒക്കെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ മസാല ഒക്കെ തയ്യാറാക്കി വെക്കാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ അപ്പോൾ ആ ഒരു ടൈം നമുക്ക് പോകൂലല്ലോ. ഒരുപാട് ജോലികളുള്ള ദിവസം എളുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചിട്ട് വേഗം ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളിലേക്ക് നോക്കുകയാണ് ചെയ്യുക. അപ്പോൾ വേഗം തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു വെക്കുകയും ചെയ്യും. അപ്പോൾ രാത്രിയൊക്കെ ആയിരുന്നെങ്കിൽ എന്തെങ്കിലും ചപ്പാത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇടിയപ്പോ പത്തിരിയോ എന്തെങ്കിലും ആയിട്ട് ബീഫ് കറിയൊക്കെ ഉള്ളപ്പോൾ അത് കഴിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യും. അപ്പോൾ കുറച്ച് കായ ഉണ്ടായിരുന്നു, ആ കായ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ കായ എടുത്ത് ഉപ്പേരി ഉണ്ടാക്കി. അപ്പോൾ അതും ഉപ്പേരി ആയിട്ടുണ്ട്. ചോറും കുക്കറിൽ വെച്ച് അതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ബീഫ് കറിയിലേക്ക് മസാല റെഡിയാക്കി ഇട്ട് കൊടുക്കലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സബോളയും എല്ലാ സാധനങ്ങളും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പൊട്ടറ്റോ ചേർത്തിട്ടാണ് ഞാനിപ്പോൾ ബീഫ് കറി വെക്കുന്നത്. നല്ല ടേസ്റ്റാണ്. കുറച്ച് നെയ്യുള്ള ബീഫ് ആയതുകൊണ്ട് തന്നെ പൊട്ടറ്റോ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ബീഫ് കുക്ക് ചെയ്യാൻ വെച്ച ആ സമയം കൊണ്ടാണ് ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ആകൂല. അപ്പോൾ പെട്ടെന്ന് ലഞ്ച് റെഡി ആക്കിയിട്ടുണ്ടെങ്കിലാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്ത് തീർക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ക്ലീൻ ചെയ്യാനുള്ള ദിവസങ്ങളിൽ ഒരു സമാധാനം ഉണ്ടാകൂല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുളിക്കുന്നതിന് മുൻപായി തന്നെ മാറാലയും അതുപോലെ തന്നെ ഫാനും ഒക്കെ ലാഡർ ഇട്ടിട്ട് ഒക്കെ ക്ലീൻ ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ആ പൊടി വീണ ആ സ്ഥലം ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ മസാല റെഡി ആയതിലേക്ക് പൊട്ടറ്റോ ചേർത്ത് കൊടുത്ത് അതൊന്ന് എല്ലാം ഒന്ന് മിക്സായി വന്നപ്പോൾ അതിനിപ്പോൾ നമുക്ക് കുക്കറിലേക്ക് കൊട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡി ആക്കിയിട്ട് ഈ സമയത്ത് കുറച്ച് പെപ്പർ പൗഡറും കുറച്ച് ഗരം മസാലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി ഉപ്പും ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുത്ത് ഇപ്പോൾ ആ കുക്കറിലേക്ക് ഈ മസാലയും കൊട്ടിയിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 4 വിസിൽ, അത് ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചിട്ട് നമുക്ക് വിസിലിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ബന്ദി ബട്ടർഫ്ലൈയുടെ കുക്കറിൽ 9 വിസിലടിച്ചിട്ടുണ്ടെങ്കിൽ ഇറച്ചി നന്നായിട്ട് കുക്കായി കിട്ടുള്ളൂ. ഇപ്പോൾ ദാ എൻ്റെ ബീഫൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല ചോറും കായുപ്പേരിയും ബീഫും ഇനി പച്ചാറും പപ്പടവും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ലഞ്ചും കഴിക്കാം. അപ്പോൾ അതൊക്കെ ഇവിടെ റെഡി ആക്കി വെച്ചപ്പോൾ ഇനിയിപ്പോൾ ഫസ്റ്റ് തന്നെ കിച്ചൺ ഒന്ന് നീറ്റാക്കി വെക്കലാണ്. കിച്ചൺ നീറ്റാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു 1/4 ഭാഗം ജോലി തീർന്ന പോലെ കേട്ടോ എനിക്ക് ഫീൽ ചെയ്യാറ്.
അപ്പോൾ അതാ ആദ്യം തന്നെ ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ട ദിവസങ്ങളിൽ മാത്രമാണ് ഞാൻ എല്ലാം ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും ഞാൻ ഇതുപോലെ എല്ലാം എടുത്തിട്ടൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാറുണ്ട്. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഗ്ലാസ് ക്ലീനർ യൂസ് ചെയ്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടൊന്ന് വൈപ്പ് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ നല്ല നീറ്റായിരിക്കും. പിന്നെ കൂടുതൽ എണ്ണ ഉള്ള ദിവസങ്ങൾ ചില ഫ്രൈ ചെയ്യാനും ഒക്കെ ഉള്ള ദിവസങ്ങളിലൊക്കെ ഇതുപോലെ തന്നെ ഡീപ്പ് ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട്. അത് നമ്മളെ യൂസിങ്ങിനനുസരിച്ച് നമ്മൾക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പം എൻ്റെ ഈ ഫേബറിൻ്റെ 4 ബർണറുള്ള സ്റ്റൗവാണ്. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഒരു 17-18 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇതുവരേക്കും ഒരു കുഴപ്പമില്ല. ആകെ ഒരു പ്രാവശ്യം മാത്രമാണ് ഞാൻ സർവീസ് ചെയ്തിട്ടുള്ളൂ. ഫേബറിൻ്റെ നല്ല എല്ലാ പ്രൊഡക്റ്റും, കുറച്ച് വേറെ പ്രൊഡക്റ്റൊക്കെ എൻ്റെ കയ്യിൽ ഉള്ളതും എത്രയോ വർഷങ്ങളായിട്ടും ഒരു കംപ്ലൈൻറ്റും ഇല്ല. വളരെ കംപ്ലൈൻറ്റൊക്കെ വളരെ കുറച്ച് മാത്രം വരുന്ന ഒരു കമ്പനിയാണ്. എനിക്കത് കാരണം ഫേബർ നല്ല ഇഷ്ടമാണ്. ഇപ്പോൾ ഒരുപാട് നല്ല ഭംഗിയുള്ള മോഡലൊക്കെ വന്നിട്ടുണ്ട്. കാണുമ്പോൾ നല്ല ഇഷ്ടം തോന്നിട്ടാ. പക്ഷേ ഇപ്പോൾ എൻ്റെ ഈ സ്റ്റവിന് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഇതന്നെ ഉപയോഗിക്കട്ടെ. കുറേ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് കേട്ടോ ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് അതിൻ്റെ കുറേ ടൈം നമുക്ക് ലാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ ഇപ്പോൾ സ്റ്റൗവൊക്കെ നീറ്റാക്കി വെച്ച് കഴിഞ്ഞ് ഇനി കൗണ്ടർ ടോപ്പൊക്കെ എല്ലാം ഒന്ന് മാറ്റി വെച്ച് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ലിക്വിഡ് യൂസ് ചെയ്തിട്ട് മൊത്തം ഒന്ന് വൈപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ആ ക്ലോത്ത് മാറ്റിയതിന് ശേഷം വീണ്ടും നല്ല ക്ലോത്ത് വെച്ചിട്ട് ഒന്നുകൂടി 1-2 പ്രാവശ്യം വൈപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പളപളാ തിളങ്ങുന്ന പോലെ നമ്മളെ കൗണ്ടർ ടോപ്പ് ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ നല്ല ഫ്രഷായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇപ്പോൾ അതാ കിച്ചണിലെ ജോലികളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ പാത്രങ്ങളൊക്കെ ക്ലീനാക്കി വെക്കുന്നതുകൊണ്ട് നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ നീറ്റാക്കുന്ന ആ സമയം കൊണ്ട് തന്നെ പാത്രങ്ങളൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ തന്നെ അതാത് സ്ഥാനങ്ങളിൽ നമുക്ക് പാത്രങ്ങളൊക്കെ നീറ്റാക്കി വെക്കാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ കിച്ചണിലെ ജോലി കഴിഞ്ഞിട്ട് നമ്മൾ പോകുമ്പോഴത്തേക്കും പാത്രങ്ങളും പിന്നെ കൗണ്ടർ ടോപ്പും ഒക്കെ നീറ്റായിട്ട് ഫ്രഷായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ പെട്ടെന്ന് തന്നെ ജോലികൾ നമ്മൾ ഓരോ ജോലികളുടെ ഇടയിൽ കുക്കിങ്ങിൻ്റെ ഇടയിൽ തന്നെ പാത്രങ്ങളൊക്കെ നീറ്റാക്കി വെക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ജോലികളൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ നമുക്ക് പോകാനായിട്ട് പറ്റുകയും ചെയ്യും. പിന്നെ മാസത്തിൽ ഒരിക്കൽ ഞാൻ ജനലും ഡോറും ഒക്കെ ഡീപ്പ് ക്ലീൻ തന്നെ ചെയ്യുന്നതുകൊണ്ട് അധികം ഡസ്റ്റൊന്നും ഉണ്ടാകില്ല. പിന്നെ എല്ലാ ദിവസവും നമ്മൾ വാഷ് ബേസിനും കൗണ്ടർ ടോപ്പും ജനലിൻ്റെ താഴ്ഭാഗമൊക്കെ വൈപ്പ് ചെയ്തെടുക്കുന്നതുകൊണ്ട് എപ്പോഴും നീറ്റായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. ഇപ്പോൾ പാത്രങ്ങളുമൊക്കെ അതാത് സ്ഥലങ്ങളിലൊക്കെ വെക്കുകയും ചെയ്ത് കിച്ചണിലെ ജോലികളും ഒക്കെ കഴിഞ്ഞ് നീറ്റായി എല്ലാം നല്ല ഫ്രഷായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് മെയിനായിട്ടുള്ള കാര്യമാണ് ഇനിയിപ്പോൾ വീടും ഒക്കെ നന്നായിട്ട് വൈപ്പ് ചെയ്തെടുക്കണം. അടിച്ച് വാരി നന്നായിട്ട് വൈപ്പ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ എല്ലാം മാറ്റി ഒക്കെ നീറ്റാക്കി നേരത്തെ തന്നെ, അതായത് മാറാലടിക്കലും അതുപോലെ തന്നെ ഫാനും ഒക്കെ ഞാൻ നന്നായിട്ട് വൈപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ലാഡർ ഇട്ടിട്ട് കയറി അതൊക്കെ ഞാൻ രാവിലെ തന്നെ കുളിക്കുന്നതിന് മുമ്പ് തന്നെ കാർപ്പറ്റൊക്കെ നീറ്റാക്കിയിട്ട് ആ സമയത്ത് തന്നെ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പിന്നെ ഫ്രഷ് ആവാനൊക്കെ പോയത്. അപ്പോൾ പിന്നെ കിച്ചണിൽ കയറി വേഗം ജോലികളൊക്കെ തീർത്തിട്ട് പിന്നെ ഈ ജോലികൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ രാവിലെ തന്നെ എനിക്കൊന്ന് പ്രൊഡക്റ്റീവ് ആവണത് ഒരു 11 മണി 12 മണിയൊക്കെ ആകുമ്പോഴാണ്. പക്ഷേ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ട് വരുമ്പോൾ ആ ക്ഷീണമൊന്നും തോന്നില്ല കേട്ടോ.
അതല്ലാന്നുണ്ടെങ്കിൽ ഒരു മടി പിടിച്ച പോലത്തെ ഒരവസ്ഥയാണ്. പിന്നെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ ഞാനൊന്ന് പ്രൊഡക്റ്റീവാകും. അപ്പോൾ ഇന്ന് കൂടുതൽ ജോലിയൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയൊന്നും മടി പിടിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല. പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ തീർത്ത് നല്ല നീറ്റായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ തന്നെ ചെയ്യാൻ വേണം. പിന്നെ എനിക്ക് വീട് വൃത്തിയാക്കൽ ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ എനിക്ക് ഇഷ്ടം. അതെനിക്ക് ഇഷ്ടമുള്ള ജോലിയും കൂടിയാണ്. ഞാൻ തന്നെ ചെയ്യുമ്പോഴാണ് എനിക്കതൊരു സമാധാനം ഉണ്ടാക്കുകയുള്ളൂ. എല്ലാ ഭാഗങ്ങളും എല്ലാ കോർണറിലും ഒക്കെ നീറ്റായി എന്നുള്ളൊരു തോന്നൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചെയ്യണം അല്ലേ. അപ്പോൾ കുറേ നമ്മൾ ഡെയിലി ഇപ്പോൾ ഡീപ്പ് ക്ലീൻ ചെയ്തതിന് ശേഷം അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അധികം വൃത്തികേടാവാതെ തന്നെ നമ്മൾക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ മാസത്തിലൊരിക്കൽ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ അഴിച്ച് കഴിഞ്ഞ് ആ ഡസ്റ്റൊക്കെ വാക്യൂം ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ മൊത്തം എല്ലാ ഡസ്റ്റും പോന്ന് കിട്ടുകയും ചെയ്യും. എല്ലാ കോർണറിലും വാക്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗങ്ങളും നീറ്റായി തന്നെ നല്ല ക്ലീനായി തന്നെ നമുക്ക് നമ്മളുടെ മനസ്സിനൊരു സംതൃപ്തി അപ്പോഴാണ് ഉണ്ടാകുള്ളൂ അല്ലേ. അപ്പോൾ വാക്യൂം ചെയ്യലും ഒക്കെ കഴിഞ്ഞതൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ ഒന്ന് അടിച്ച് വാരി ഇനിയിപ്പോൾ ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ ഫ്ലോർ ക്ലീനറും കുറച്ച് ലിക്വിഡും എടുത്തതിന് ശേഷം ആദ്യം ഒന്ന് വൈപ്പ് ചെയ്ത് മൊത്തം ഒന്ന് എടുത്തതിന് ശേഷം വീണ്ടും ഈ വെള്ളം മാറ്റി നന്നായിട്ട് ഒരു നല്ല സ്മെല്ലുള്ള എന്തെങ്കിലും പെർഫ്യൂമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും യൂസ് ചെയ്തിട്ടാണ് പിന്നെ ഞാൻ രണ്ടാമത് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുള്ളൂ. അപ്പോൾ തന്നെ നല്ല സൂപ്പർ ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും. ഇനിയിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴും വീട് നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇപ്പോൾ ദാ എൻ്റെ ഒപ്പം തന്നെ മറിയും ഉണ്ട് കേട്ടോ ഇന്ന്. അപ്പോൾ മറിയുള്ളപ്പോഴും നീറ്റാക്കാനായിട്ടും എന്തെങ്കിലും കൊണ്ടുവെക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്ത് തരുകയും ചെയ്യും. എപ്പോഴും ക്ലീനായിട്ടിരിക്കുന്നത് മറിയമിന് നല്ല ഇഷ്ടമുള്ള കാര്യമാണ്. ഒരു കുറച്ച് ഡസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ തന്നെ മറിയമിന് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ വീടും പരിസരവും നന്നായിട്ട് നീറ്റാക്കി ശ്രദ്ധിച്ച് അത് കണ്ടു വളരുന്ന മക്കൾ എന്തായാലും അതുപോലെ തന്നെ വളർന്നോളും. ഇനിയിപ്പോൾ ആ വാഷ് ബേസിൻ വൃത്തിയാക്കലാണ്. വാഷ് ബേസിൻ വൃത്തിയാക്കുമ്പോൾ കുറച്ച് ലിക്വിഡ് ഒഴിച്ചു കൊടുത്ത് നല്ല ബ്രഷ് വെച്ച് നന്നായിട്ടൊന്ന് മോൾ ഭാഗം മുതൽ താഴെ വരേക്കും സ്ക്രബ് ചെയ്തതിന് ശേഷം മൊത്തം ഒന്ന് വെള്ളം ഒഴിച്ച് തന്നെ വാഷ് ചെയ്തെടുക്കും. മോൾ ഭാഗം മുതൽ താഴെ വരെയും നന്നായിട്ട് വെള്ളം ഒഴിച്ച് തന്നെയാണ് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുക. ഇത് 2 ആഴ്ച കൂടുമ്പോൾ എന്തായാലും ചെയ്യുന്നൊരു കാര്യമാണ്. അതിന് ശേഷം ഉണങ്ങിയൊരു ക്ലോത്ത് വെച്ചിട്ട് മൊത്തം ഒന്ന് വൈപ്പ് ചെയ്ത് എടുക്കലാണ്. അപ്പോൾ ആ താഴ്ഭാഗത്ത് നിറയെ വെള്ളം ഉള്ളതുകൊണ്ട് 2-3 പ്രാവശ്യം അത് വൈപ്പ് ചെയ്ത് എടുത്തതിന് ശേഷമാണ് അവിടെ ഒന്ന് നന്നായിട്ട് നീറ്റാക്കി എടുക്കുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും സമയം എൻ്റെ ബാറ്റിയും മറിയും എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഇൻട്രസ്റ്റോടുകൂടി തന്നെ ജോലി ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ആ മറിയമിൻ്റെ ഓരോ സംസാരങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ജോലി ചെയ്യുന്ന ഭാരം അറിയുന്നേ ഇല്ല. കിച്ചണിൽ ഫ്രിഡ്ജും ക്രോക്കറി ഷെൽഫും കുറച്ച് ഗ്യാപ്പ് ഇട്ട് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ബാക്ക് സൈഡൊക്കെ നീറ്റാക്കാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ എല്ലാ ഭാഗങ്ങളിലും നമ്മൾക്ക് മോപ്പ് എത്തുന്നതുകൊണ്ട് തന്നെ എല്ലാ ഭാഗവും നീറ്റായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. ഇപ്പോൾ കിച്ചണിലൊക്കെ വൈപ്പ് ചെയ്യലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വർക്ക് ഏരിയ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലീൻ ആക്കലും ഒക്കെ കഴിഞ്ഞ്. അപ്പോൾ ഇത്രയും സമയവും എന്നെ വാച്ച് ചെയ്തിട്ട് എൻ്റെ ബാറ്റിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ വൈപ്പ് ചെയ്യുന്നിടത്തൊന്നും ബുദ്ധിമുട്ടിച്ചിട്ട് അങ്ങനെ നടക്കുകയൊന്നും ചെയ്യൂല, മാറിയിരിക്കും. ഓരോ ഭാഗങ്ങൾ ക്ലീൻ ചെയ്യുമ്പോഴും അടുത്ത ഭാഗങ്ങളിലായിട്ട് മാറി ഇരുന്നിട്ടാണ് നമ്മൾ വാച്ച് ചെയ്യുക. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ജോലി ചെയ്യുന്നതും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ തോന്നും. ഒട്ടും ബോറടിക്കാതെ തന്നെ ചെയ്യുന്ന ഒരു ജോലിയും കൂടിയാണ് കേട്ടോ. ഞാൻ ക്ലീൻ ആക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എപ്പോഴും നീറ്റായിട്ട് ക്ലീനായിട്ട് ഇരിക്കുന്നതാണ് എനിക്ക് മനസ്സിനൊരു സന്തോഷം ഉണ്ടാക്കുള്ളൂ. അപ്പോൾ തന്നെയാണ് എനിക്ക് കിച്ചണിൽ കയറിയിട്ട് എനിക്ക് ജോലി ചെയ്യാനായിട്ട് തോന്നുകയും ചെയ്യുള്ളൂ. ഇപ്പോൾ എൻ്റെ നീറ്റാക്കലും ഒക്കെ കഴിഞ്ഞ് ഞാനൊന്ന് മേലെ കഴുകി ഫ്രഷായിട്ട് വന്നതിന് ശേഷമാണ് ഇനിയിപ്പോൾ ബെഡ്ഷീറ്റും പില്ലോ കവറും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഇടുള്ളൂ.
അപ്പോൾ അതെൻ്റെ ശീലം കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് എല്ലാം ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് ഫ്രഷായി വന്നിട്ട് ഇതൊക്കെ ചെയ്യുള്ളൂ. എന്നാൽ ആ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ തന്നെയാണ് ഒരു റാഹത്തായി എന്ന് തോന്നുള്ളൂ. ഇപ്പോൾ ഇതാ വീടൊക്കെ ക്ലീനായിട്ട് ഒക്കെ ഇരിക്കുമ്പോഴും ബെഡ്റൂമും ഒക്കെ സെറ്റ് ചെയ്തൊക്കെ ഇടുമ്പോഴും മനസ്സിനൊരു റാഹത്തായിട്ട് തോന്നുള്ളൂ അല്ലേ. ഇപ്പോൾ മൊത്തം ഒന്ന് നോക്കുമ്പോൾ നല്ല റാഹത്തായി നല്ല ഫ്രഷായിട്ട് ഒരു ഫ്രഷ് ഫീലായിരിക്കും നമ്മളെ മൈൻഡിന് ഉണ്ടാകുക. അപ്പോൾ എപ്പോഴും വീട് നീറ്റായിട്ടിരിക്കുമ്പോൾ തന്നെ കേട്ടോ എനിക്ക് കിച്ചണിൽ കയറി ജോലി ചെയ്യാനൊക്കെ തോന്നുള്ളൂ. അതെൻ്റെ പണ്ടേ ഉള്ളൊരു ശീലമാണ്. അപ്പോൾ ആ ശീലം ഒരു നല്ല കാര്യം തന്നെയാണ്. നമുക്ക് കുറേ പേർക്കൊക്കെ അങ്ങനെ തന്നെയാണ് അല്ലേ. എപ്പോഴും നീറ്റായിട്ടിരിക്കുന്നത് കാണാനും അതൊന്ന് നോക്കിയിരിക്കാനും ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് നോക്കി എല്ലായിടത്തും ഒന്ന് നടന്ന് കുറച്ച് നേരമൊക്കെ നോക്കി നിൽക്കുന്നൊരു ശീലം കൂടി ഉണ്ട് കേട്ടോ എനിക്ക്. ഇപ്പോൾ ഇനിയിപ്പോൾ പില്ലോ കവർ ഇടുന്നതിന് മുമ്പായിട്ടൊരു കോട്ടൻ്റെ പില്ലോ ഞാൻ ആദ്യം തന്നെ കവർ പില്ലോക്ക് ഇട്ടതിന് ശേഷമാണ് വീണ്ടും ബെഡ്ഷീറ്റിന് മാച്ച് ചെയ്യുന്ന ആ ഒരു കവറും കൂടി ഇട്ട് കൊടുക്കുള്ളൂ. അപ്പോൾ ഈ പില്ലോ കവറ് ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ മാറ്റും. അത് ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ മാത്രമാണ് മാറ്റാറുള്ളൂ. ആഴ്ചയിൽ എന്തായാലും ബെഡ്ഷീറ്റും പില്ലോ കവറും ഒന്ന് മാറ്റി വേറെ സെറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ എല്ലാം ഒന്ന് റാഹത്തായി. ക്ലീനാക്കലൊക്കെ നേരത്തെ തന്നെ ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് തന്നെ എനിക്കിനിപ്പോൾ കുറച്ച് ജോലികളേ ഉള്ളൂ. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ റെഡിയാക്കി വെക്കാനുണ്ട്. അതൊക്കെ എൻ്റെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ അതൊക്കെയാണ്. കുറച്ച് മസാല ഒക്കെ സെറ്റാക്കി വെക്കണം. അപ്പോൾ ഈ ദിവസത്തിലെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിലും നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ഓക്കെ ബൈ.